പൊതുയിടങ്ങളിൽ RSSന്റെ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ നടപടി ഉണ്ടാകും. ഇത് കർണാടക കോൺഗ്രസിന്റെ നീക്കങ്ങളാണ്. അപ്പോൾ ഒരു പൂർണ്ണമായ നിരോധനത്തിലേക്ക് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ കടക്കുമോ RSSുമായി ബന്ധപ്പെട്ട്? RSS തുടങ്ങിയിട്ട് 100 വർഷമായി. 4 നിരോധനങ്ങൾ 4 സമയത്ത് അത് ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിക്കാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. 100 വർഷം പ്രവർത്തിച്ചത് മുന്നേറി. ഇന്ന് RSS എത്തിപ്പെടാത്ത ഒരു മേഖലയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പൂർണ്ണമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും എത്രയോ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ RSS പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് കേരളത്തിലും ഉണ്ടായിരുന്നല്ലോ. ഒരു അലിഖിത നയമൊക്കെ നടപ്പാക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിച്ചിരുന്നു. കർണാടക സർക്കാരും മൂഢന്മാരുടെ സ്വർഗത്തിലാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എങ്ങനെയാണ് RSS ഒരു സാംസ്കാരിക സംഘടനയാണ്. ഒരു സാംസ്കാരിക സംഘടനയെ അതാണ് ഈ കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു നീക്കം പെട്ടെന്ന് കർണാടകയിൽ എന്തുകൊണ്ടുണ്ടായി? അതെ, കർണാടകയിൽ രാഷ്ട്രീയ സ്വയംസേവക വളർച്ച, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വളർച്ച വിവിധ തരത്തിലുള്ള ഇന്ന് കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ സംഘ സ്വയംസേവകർ പ്രവർത്തിക്കുന്ന മേഖലകൾ ഏറ്റവും കൂടുതലുള്ളത്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കർണാടകയിലുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിരവധിയാണ് RSSന്റെ കാര്യകർത്താക്കൾ. അത് കർണാടകയിൽ മാത്രമല്ല, ഭാരതത്തിൽ മുഴുവനുണ്ട്. സിദ്ധരാമയ്യ ഏതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഒരു പക്ഷേ സത്യസന്ധമായിട്ട് കാണുന്നില്ല. RSSനെ നിരോധിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, RSSനെ നിരോധിച്ചു, സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല. RSS പ്രവർത്തിച്ച് മുമ്പോട്ട് പോയില്ല. ആ നിരോധന സമയത്താണ് RSS ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിച്ചത്. ആ നിരോധനം പിൻവലിച്ച് കഴിഞ്ഞപ്പോൾ RSS അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശക്തി ആർജിച്ചു. നിരവധി ശാഖകൾ അറിയാതെ തന്നെ ഉണ്ടായി. ഇതേപോലെ തന്നെ കർണാടക സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അതേപോലെ പൊതുമേഖലാ സ്ഥാനം RSS കള്ളന്മാരാണോ? കള്ളം ചെയ്യിക്കാണോ അവർ തുനിയുന്നത്? കാരണം പൊതുസ്ഥലത്ത് എപ്പോഴും ഓപ്പണാണ്. ആർക്കും RSSന്റെ ശാഖയിൽ വന്ന് നോക്കാം. RSSന് ഏത് സമയത്തും അവർ കാണാം. പൊതുസ്ഥലത്ത് ശാഖ നടത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് കടന്ന് കോൺഗ്രസ്സുകാർ RSS ആയി പോകുന്നുള്ള ഭയം ഒരു പക്ഷേ ഇവർക്കുണ്ടാകാം. അതിന് അങ്ങനെ ചിന്തിക്കേണ്ടതാണോ? ഈ കോൺഗ്രസിൽ വലിയ രീതിയിൽ തമ്മിലടി നടക്കുന്നുണ്ട്. DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് തമ്മിലടി നടക്കുന്നു. അഴിമതി കഥകൾ പുറത്തു വരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ കുറച്ചു മാസങ്ങളായി RSS എന്ന ആ ഒരു സംഘടനയിൽ മാത്രം ചുരുങ്ങുകയാണ് കർണാടക രാഷ്ട്രീയം. അതെ, അത് മന്ത്രമായിട്ട് തന്നെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മോക്ഷം കിട്ടുന്ന പ്രതീക്ഷ ചിലപ്പോട്ടോ. ഇതുകൊണ്ട് ഞങ്ങൾ അഴിമതി സർക്കാരാണ് ആ സർക്കാർ എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അറിയുന്നതാണ് എല്ലാവർക്കും. ഈ അഴിമതിയെ മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധ തിരിക്കാനും കൂടിയാകാം ഈ RSS ഇത് കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇതോടുകൂടി തന്നെ ഭീകരപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുടെ പിന്തുണ കിട്ടാനും സാധിക്കും. ഇപ്പം കർണാടകത്തിലാണല്ലോ ഈ ധർമ്മസ്ഥലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. അതിൻ്റെ പിന്നിലാരാ? ഇല്ലാത്തൊരു ചീട്ടെടുത്തിട്ട് മുമ്പോട്ട് വെച്ചു. ഇല്ലാത്തൊരു കാര്യം. അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു? അപ്പം ഇതേപോലെ തന്നെയാണ്. അതാണ് അപ്പോൾ കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നത്? ധർമ്മസ്ഥലയിൽ സംഭവിച്ചു, ഇപ്പോൾ RSSനെതിരെ സംഭവിക്കുന്നു. അതെ, എന്തുകൊണ്ടായിരിക്കാം? കർണാടകത്തിൽ അവർക്ക് ഈ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടാനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ന്യൂനപക്ഷത്തിൻ്റെ, ഞാൻ എല്ലാ ന്യൂനപക്ഷം എന്ന് പറയുന്നില്ല, നടത്തുന്ന ആൾക്കാരുടെ പിന്തുണ, അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തിക്കുന്ന അല്ലാത്ത ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന അല്ലാത്ത ആളുകളുണ്ട്, അവരുടെ പിന്തുണ, ഇതെല്ലാം കിട്ടണമെങ്കിൽ RSSനെയും ഹൈന്ദവ സംഘടനകളെയും ഹൈന്ദവമായി മുന്നോട്ട് പോകുന്ന ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, ആശ്രമങ്ങൾ, ഇതിനെല്ലാം എതിരായിട്ട് മഠാധിപതികൾ, സന്യാസിമാർ, ഇവർക്കൊക്കെ എതിരായിട്ടുള്ള
വെറും RSSനെ മാത്രമല്ല, RSSനെ കുറിച്ച് ഇപ്പോഴല്ലേ പറയുന്നത്, അല്ലാത്ത സമയത്ത് പലപ്പോഴും അത് ഉണ്ടായിട്ടുണ്ട്. ആശ്രമങ്ങൾക്കെതിരായിട്ട്, മഠങ്ങൾക്കെതിരായിട്ട് ഇല്ലാത്ത പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ അവരുടെയൊക്കെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് രാജ്യദ്രോഹ ശക്തികളുടെ അത്തരം ന്യൂനപക്ഷ ശക്തികളുടെ ഇവരൊക്കെ പിന്തുണ കിട്ടാൻ കൂടിയിട്ടാണ് ഈ മന്ത്രം ഓതുന്നത്. ഈ മന്ത്രമാണ്. ന്യൂനപക്ഷങ്ങൾ കർണാടകയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആക്രമണങ്ങൾ നാം ദക്ഷിണ കർണാടകയിൽ അടക്കം കണ്ടിട്ടുണ്ട്. മംഗലാപുരം മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം ഒരു പിന്തുണ നൽകുന്നതാണോ ഈ കോൺഗ്രസ് സർക്കാർ? ഉറപ്പാണല്ലോ. കോൺഗ്രസ് സർക്കാർ എല്ലാ കാലത്തും കോൺഗ്രസ് അതല്ല ചെയ്തത്. ഇവിടെ മാത്രമല്ല, സർവ്വസ്ഥലത്തും കോൺഗ്രസ് അതാ ചെയ്തത്. കാര്യം ആരൊക്കെയാണോ RSSനെയും ഹൈന്ദവ സംഘടനകളെയും നേരിടെ വാളോങ്ങുന്നത്, അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവരെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ ശക്തികൾക്ക് മുഴുവൻ പിന്തുണ കൊടുത്ത ചരിത്രമാണ് കോൺഗ്രസിൻ്റെ ചരിത്രം. കർണാടകത്തിലും ഇതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടകത്തിൽ പല സ്ഥലത്തും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരുടെ നേരെ, സംഘപ്രവർത്തകരുടെ നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ രാജ്യദ്രോഹ ശക്തികളാണ്, ഭീകരശക്തികളാണ്. ആരാണ് അവരെയൊക്കെ സംരക്ഷിക്കുന്നത്? ഭരിക്കുന്ന സർക്കാരല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു സമയത്ത് അവർക്ക് അവരുടെ പിന്തുണ കിട്ടാൻ വേണ്ടി, അവർക്ക് പിന്തുണ കൊടുക്കല്ല, അവരുടെ പിന്തുണ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഈ സിദ്ധരാമയ്യ സർക്കാരിന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയേ പറ്റൂ. അതോടൊപ്പം തന്നെ DKയുടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഴിമുട്ടാതിരിക്കാൻ, വഴി തിരിച്ചുവിടാൻ അതിനുള്ള ഒരു പദ്ധതിയാണ് ഇതിൻ്റെ പിന്നിൽ. അത് ഉറപ്പാണല്ലോ. ഏതായാലും പരാജയപ്പെടുന്നത് അത് അവരുടെ മുതിർന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെ, രാഹുൽ ഗാന്ധി എക്കാലത്തും രാഷ്ട്രത്തിന് വിരുദ്ധമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുന്ന് പോയിട്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം, രാഷ്ട്രവിരുദ്ധ പ്രസംഗമല്ല നടത്തുന്നത്. എല്ലാ സ്ഥലത്തും പോയിട്ട് ഏത് കാര്യം ചെയ്താലും അതിലൊരു രാഷ്ട്രവിരുദ്ധ ആശയം ഉണ്ടാകും. അല്ല, അതാണ് ഈ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പ്രിയങ്കരനാകാനുള്ള ഒരു ശ്രമമാണ്. ഈ മുഖ്യമന്ത്രി കസേര തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധി വേണം. രാഹുൽ ഗാന്ധിയുടെ പ്രീതി സമ്പാദിച്ചാലേ പറ്റും. ആ രാഹുൽ ഗാന്ധിക്ക് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും ശ്രീകൃഷ്ണനെ കംസൻ സ്വപ്നം കണ്ടതുപോലെ ഏത് സമയത്തും RSSനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വേറെ ഒന്നും പറയാനില്ല. ഏത് സമയത്ത് RSS എന്നുള്ള പദമാണ്. ഭരണത്തിൽ RSS ഇല്ല, സംഘ സ്വയംസേവരുണ്ടാകാം. പക്ഷേ രാഹുൽ ഗാന്ധി ആരാ പറയുന്നത്? RSS എന്നേ പറയുള്ളൂ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരല്ല പറയുന്നത്. രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, രാഹുൽ ഗാന്ധിയെ കാല് പിടിക്കുന്ന ഓൾ ഇന്ത്യ അധ്യക്ഷൻ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഇത് തന്നെയാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് ഈ കത്തെഴുതിയത്. അതെ, അതല്ല പറഞ്ഞത്. അപ്പം ആ കത്തെഴുതി കഴിഞ്ഞാൽ അച്ഛന് വേണ്ടിയിട്ട് മകൻ കത്തെഴുതുന്നു. അപ്പോൾ ആ നിലയ്ക്കാണ്. ഇനി വേറെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് RSSനെ തകർക്കാൻ സാധിക്കുമോ? RSS നശിപ്പിക്കാൻ സാധിക്കുമോ? എന്ത് പദ്ധതി ഇവർ കൊണ്ടുവരുന്നത്? RSSന് ഊർജം പകരല്ലേ ഉള്ളൂ, വിഡ്ഢികളെ അല്ലല്ലേ ചിന്തിക്കേണ്ടത്. RSSന് ഊർജം പകരും, RSSന് ശക്തി പകരും, ഇതെല്ലാം ചെയ്യുന്നത്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഭാവിയിൽ ശക്തിപ്പെടുമെന്നാണോ പറയുന്നത്? ശക്തിപ്പെടും, RSS ശക്തിപ്പെടും, ഇവരില്ലാതെയാവും. ഞാൻ ആ വാക്കല്ല, നല്ല ശക്തിയുള്ള പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഒരു ഭരണപക്ഷം മുന്നോട്ട് പോകുന്നവർക്കുള്ള വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനും, അതുപോലത്തെ ആൾക്കാരും. പക്ഷെ സൂചിപ്പിച്ചതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഭരിക്കുന്നത് BJP ആണ്, പക്ഷെ കേരളത്തിൽ ഉൾപ്പെടെ അവർ BJPയെ കുറിച്ച് മിണ്ടാറില്ല. RSS എന്നേ പറയാറുള്ളൂ. പിണറായി വിജയൻ ഉൾപ്പെടെ പറയുന്ന സംഘപരിവാർ RSS മനഃപൂർവ്വമാണ്. അതൊരു ഗൂഢാലോചനയാണ് ശരിക്കും. ഇതിൻ്റെ എല്ലാം കാരണം RSS ആണ് കാരണം എന്നുള്ളത് വരുത്തി തീർക്കുക. അതിലവർ ഭരിക്കുന്ന BJPയെ കുറിച്ച് പറയുന്നില്ല. ആ വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറില്ല. ഭരണത്തിനെതിരായിട്ട് പറയാറുണ്ടാകാം, പക്ഷെ മനഃപൂർവ്വമാണ്. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും മധ്യപക്ഷമാണെങ്കിലും എല്ലാവരും പറയുന്നത് RSS എന്നുള്ള വാക്കാണ്. അതൊരു ഗൂഢാലോചനയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.